അയ്യോ, ഹലോ, നിങ്ങളെ റെഡിയാക്കി വെച്ചോ, ഞാൻ നാളെ തന്നെ വന്നോളാം. എല്ലാം ശരിയായിട്ടാണല്ലോ. ക്ലാപ്പ് സൗണ്ട് എവിടെ നിന്നാ വന്നത്? ഹലോ, ഒന്നുമില്ല. ഓക്കെ, വന്നോളാം. ഈ ആൻഡ്രോയിഡ് ഫോൺ എപ്പോഴും ഇങ്ങനെയാ. ഒരു പ്രാവശ്യം ഇരിക്കുന്ന പോലെ പിന്നീട് ഇരിക്കില്ല.
എങ്ങനെയുണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ? ഒരു സിനിമയുടെ ത്രില്ല് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ ഇങ്ങനൊരു ബിൽഡപ്പ് വേണ്ടേ? ഒരു മിനിറ്റിൽ എന്റെ ജീവൻ പോയതുപോലെ അറിയോ? എന്തിനാ ഇങ്ങനെ പേടിപ്പിച്ചതെന്ന്? നിന്നെ ഞാൻ മരിക്കാൻ വിടുമെന്ന് കരുതിയോടി. നിന്റെ ജീവനെ ഇവിടെയാണ്. പേടിയേ ഇല്ലെന്ന് പറഞ്ഞ ആളല്ലേ, എന്നാ പിന്നെ ഒന്ന് പേടിപ്പിച്ചേക്കാന്ന് കരുതിയെന്നേ ഉള്ളൂ. ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് പോകാം. എന്താ ഇത്ര അർജന്റ്? പതുക്കെ പോയാ പോരെ. ഈ പ്രപഞ്ചത്തിൽ തന്നെ പ്രേമിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം കിട്ടില്ല. നിന്നെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാലേ നീ ഈ മുറി വെച്ച് തന്നെ എന്റെ ഫസ്റ്റ് നൈറ്റ് നടത്തും. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ റെഡിയാ. ഒന്നും മിണ്ടാതിരിക്കടാ. നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ചിരിച്ചു ചിരിച്ചാണ് ധ്യാനത്തിലിരിക്കുന്ന ആമ്പിള്ളേരാണെങ്കിൽ പോലും അവരുടെ മനസ്സിളക്കി കളയുന്നത്. നിങ്ങൾ മോശമൊന്നുമല്ല. ലോലിപ്പോപ്പ് വാങ്ങി തന്നെ ഞങ്ങളെ കൊണ്ട് ലുലുബീസ് പാടിപ്പിക്കും. എനിവേ, അച്ഛൻ രാവിലെ വിളിച്ചിരുന്നു. ഓർണമെന്റ്സ് തുണിയൊക്കെ എടുക്കാൻ എപ്പോഴാ വരുന്നേന്ന് ചോദിച്ചു. നമ്മൾ എപ്പോഴാ പോകുന്നേ? കല്യാണത്തിന് ലീവിന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ ഇതുവരെ റെസ്പോൺസ് വന്നിട്ടില്ല. അടുത്ത ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ അല്ലേ? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് ശരി, എൻഗേജ്മെന്റിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? ഞാനൊന്നും പറയുന്നില്ലേ. ഓർമ്മിക്കാതിരുന്നാ പോലും നീ ഇട്ട ഈ മോതിരം എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെ. ഹേ ഡൂഡ്സ്. അളിയ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞാടാ? ഞാൻ എന്ത് ചെയ്യാനാടാ, എനിക്ക് നിങ്ങളുടെ പോലുള്ള പ്രൊഫഷൻ ഒന്നുമല്ലല്ലോ. ഇവളാണെങ്കി ഡോക്ടർ, സാറ് സോഫ്റ്റ് വെയർ എഞ്ചിനീയർ. നിന്റെ ജോലിക്ക് എന്താ ഒരു കുറവ്? എന്നെയും വേദനെ പോലെ ടെൻഷൻ ഒന്നുമില്ലല്ലോ. എല്ലാ പ്രൊഫഷനിലും അതിൻ്റെതായ ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടല്ലോ, വീട് കെട്ടുന്നവരെക്കാൾ കുഴി വെട്ടുന്ന ആൾക്കാരാ കൂടുതലുള്ളത്. ചഞ്ചൽ, ഇന്ന് വേദ എന്താ ചെയ്തെന്നറിയോ? എന്തായാലും നീ എന്നോട് ചാലഞ്ച് ചെയ്ത പോലെ നീ നിഹാരികയെ പേടിപ്പിച്ചല്ലോ. ഞാൻ ചെറുപ്പകാലം തൊട്ട് ഇവളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചോണ്ടിരിക്കല്ലേ. ഇവളാണെങ്കി ഭയം എന്താന്ന് എന്നോട് ചോദിക്കാം. ഓഹോ, അപ്പൊ ഇത് നിന്റെ കൂടെ പ്ലാൻ അല്ലാതെ പിന്നെ എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ജോലിയായി മാറിയിരിക്കാം. ജസ്റ്റ് ഫോർ ഫൺ യാർ, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈഫിൽ പിന്നെ എന്താ ഒരു രസം? അതെ, നമുക്ക് പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ? ഓക്കെ, വെയിറ്റ്. UPS ചാർജില്ലെന്ന് തോന്നുന്നു. ഓ, മെഴുകുതിരിനി എവിടെ പോയി തപ്പാനാണാവോ? ഇവിടെ ഉണ്ടാവണമല്ലോ.
എന്നാലും ഇതെങ്ങനെയാ സംഭവിച്ചേ? ആ കത്തി എവിടുന്നാ വന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ബ്ലഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് കാണില്ലല്ലോ. ഇതെവിടെ പോയി? ആണുങ്ങളെല്ലാം ഇങ്ങനെയാ, പറയുന്നത് ചെയ്യില്ല, ചെയ്യുന്നതൊന്നും പറയില്ല. ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് മായുന്നവരെ ഉമ്മ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആളുടെ ഒരു വിവരവും ഇല്ല. വേദായിരിക്കും ചിലപ്പോ. वेद 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 നിഹാരിക, നീ എന്താ ഇവിടെ? നിന്നോട് ആരെങ്കിലും മോശമായിട്ട് വല്ലതും പെരുമാറിയോ? എന്താ കാര്യമെന്ന് പറ. നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ നിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം? ഇല്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കും. ഇത്രക്ക് ഇമോഷണൽ ആവേണ്ടി എന്താ സംഭവിച്ചിവിടെ? ചെറിയൊരു മുറിവല്ലേ ഇത്? നിനക്ക് ചിലപ്പോ ഇത് ചെറുതായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇത്രയും ശ്രദ്ധയോടെ ജീവിക്കുന്ന നിനക്ക് ഇങ്ങനെ വന്നെങ്കിൽ എനിക്ക് ആകെ പേടിയാകുന്നുണ്ട്. ഇത്രമാത്രം രക്തം പോയിട്ടുണ്ടാവും. ഹലോ ഡോക്ടറെ, ഇത്രക്ക് ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ഏയ് നിക, നീ എന്താ ഇവിടെ? വേദം ഒറ്റക്കാന്ന് വെച്ചാ ഞാൻ അകത്തോട്ട് വന്നത്. നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നേ? നീ ഗാർഡനിലെ ചെടി നനച്ചോണ്ടിരുന്നില്ലേ, അപ്പൊ വന്നതാ. ഞാനെപ്പോഴാ ചെടിക്ക് വെള്ളം വെച്ചത്? ഓക്കെ നിക, കോഫി? ഇല്ല വേണ്ട, ഞാൻ കോഫി കുടിക്കില്ല. നിനക്ക് കോഫി വേണ്ടെന്നോ? കോഫിയും നോവലും ഒന്നും ഇല്ലാത്തൊരു ജീവിതം തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ട്? അതൊക്കെ അപ്പോ. ഇപ്പൊ എന്റെ കൂടെ നീ ഉണ്ടല്ലോ, എനിക്കത് മതി. ഓക്കെ ചിൽ.
ലവേഴ്സിന്റെ ഇടയിൽ ഞാൻ എന്തിനാ വെറുതെ കരടുകടിയായിട്ട്? ഞാൻ പുറത്തു പോയേക്കാം. എന്തായാലും പോകുന്ന വഴിക്കേ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് പോയിക്കോ. ആ എടാ മച്ചാ, നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തിട്ട് പോടാ. വേണമെങ്കിൽ നിന്റെ റൂം ഞാൻ ലോക്ക് ചെയ്തിട്ട് പോവാ. അത്രയ്ക്ക് ഉപകാരം ഒന്നും ചെയ്യണ്ട, ഒന്ന് പോയി തന്നാ മതി. ആ നിന്റെ ഇഷ്ടം. ഓക്കെ നിക, ബൈ. നിഹാരിക, നീ ഇപ്പോഴത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? നീ നേരെ ഹോസ്പിറ്റലിലേക്ക് പോ, നമുക്ക് വൈകിട്ട് കാണാം. കമാ. വീണ്ടും നിനക്ക് എന്തെങ്കിലും പറ്റിയല്ലോ? പ്ലീസ് വേദ്, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ കല്യാണം കഴിഞ്ഞ് സംഭവിക്കേണ്ടതൊക്കെ ആദ്യമേ തന്നെ സംഭവിച്ചു പോകും. ശരി, ഞാൻ പോവാ. പക്ഷെ നിന്റെ മേലെ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. ആദ്യം ഇവളുടെ ഈ നോവൽ വായിക്കുന്നത് നിർത്താൻ പറയണം, അല്ലെങ്കിലേ ചാർജായി വരുന്ന സമയത്ത് അവൾ ഡിസ്ചാർജ് ആക്കി കളയും. നീ ഇവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? നീ എങ്ങനെ പുറത്ത് കിടക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേദ്, ഡോറ് ലോക്കായിരിക്കുമ്പോ പുറത്തേക്ക് പോവാൻ ഞാനെന്താ വല്ല രാക്ഷസിയാണോ? നീയും ഒരു രാക്ഷസി തന്നെയാ. എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ക്യൂട്ട് രാക്ഷസി. ഇവളിത് എങ്ങോട്ടാ പോയത്? സ്വിച്ച് ഓഫോ? ഇവളീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എങ്ങോട്ടാ പോയത്? മോസ്റ്റ്ലി അവളുടെ ജോഡി തേടി പോയതാവും. ഇവനും സ്വിച്ച് ഓഫ് ആണല്ലോ. കൺഫേം ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് രണ്ടുപേരും ഡുവറ്റ് പാടാൻ പോയി കാണും. ഒന്നിച്ചിരുന്നൊന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കഴിഞ്ഞു രണ്ടും. എന്റെ ഗണേശ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ബാച്ചിലേഴ്സിന്റെ ജീവിതം ഇങ്ങനെയാണോ? ഞാൻ നിന്നെ കണ്ടോളാം കേട്ടോ. നിന്നെ എത്ര നോയിക്കൊണ്ടിരുന്നാലും മടുക്കില്ല. നിന്നെ ഇങ്ങനെ എപ്പോഴും നോയിക്കൊണ്ടിരിക്കാൻ തോന്നിപ്പോകുന്നേ. ആഹാ, എല്ലാ ആണുങ്ങളും ഒരേ ഡയലോഗ് ആണല്ലോ പറയുന്നത്. നിനക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്തൂടെ? വിരലിങ്ങനെ കീബോർഡ് ഓടിച്ച് കളിച്ച് എനിക്ക് മടുത്ത് തുടങ്ങി. കവിളിൽ കൈ ഓടിക്കാനുള്ള പെർമിഷന് വേണ്ടി കാത്തിരിക്കുക. കുഴപ്പമുണ്ടോ? പെർമിഷൻ എന്തായാലും പെർമിറ്റ് കിട്ടിയിട്ടേ തരുന്നുള്ളൂ. അതുവരെ നീ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാ മതി. അല്ല, വേറൊരു കാര്യമുണ്ടല്ലോ. ഇന്നലെ വിളിച്ചപ്പോ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നിന്നോടാ ചോദിച്ചത്. എവിടെ പോയായിരുന്നു?
ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. അതോ അതൊരു ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിരുന്നു, അതാ അങ്ങനെ ചെയ്ത. ഇത് ആദ്യത്തെ തവണ അല്ലല്ലോ. നീ തിങ്കളാഴ്ചയും ഫോൺ ഓഫ് ചെയ്തിട്ട് എങ്ങോട്ടോ പോയിരുന്നല്ലോ. അതൊക്കെ സമയമാകുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞോളാം. ഇപ്പൊ അതിനെക്കുറിച്ച് നീ ഒന്നും ചോദിക്കരുല്ലേ. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരില്ലേ? ഞാൻ അറിയാത്ത സീക്രട്ട് എന്താ? ഉറപ്പായിട്ട് ഞാൻ പറയും വേദ്, പക്ഷെ ഇപ്പൊ അല്ല. അതുവരെ നീ എന്നോടൊന്നും ചോദിക്കല്ലേ വേദ്, പ്ലീസ്. ഓക്കെ, ഇനി നീയായിട്ട് പറയാതെ ഞാനായിട്ട് ചോദിക്കില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇനി ഇമോഷണൽ സീനൊന്നും കാണാൻ വയ്യ. ഞാൻ ഇമോഷണൽ ആയെന്നോ? ചാൻസേ ഇല്ല. എനിക്ക് ഇമോഷൻസിനും ഒരു ബന്ധവും ഇല്ല. ഓ അങ്ങനെയാണോ? അതായിരിക്കും രാവിലെ അത്ര ഇമോഷണൽ ആയത്. നീ എന്തൊക്കെയാ പറയുന്നേ? രാവിലെ ഞാൻ എപ്പോഴും ഇമോഷണൽ ആയത്? ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മുടെ കല്യാണത്തിന് എന്ത് തരത്തിലുള്ള സാരിയാ വേണ്ടത് നിനക്ക്? പോവാന്നോ? വേദ്, എനിക്കൊരു പ്രധാനപ്പെട്ട കോള്. ഒരു മിനിറ്റ്. വേദ്, പോകാം. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട്? ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? നിനക്ക് നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ച? സോറി. എന്താ സോറി? സോറി പറഞ്ഞില്ലേ, നീ ടെൻഷൻ അടിക്കല്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ലെന്നേ. എന്നാ പോയാലോ? ഹലോ വേദ്, നീ എവിടെ ഉള്ളത്? നീ ഇതെവിടുന്നാ? ഞാൻ ഈ ഹോട്ടലിനടുത്ത് തന്നെ ഉണ്ട്. ഒരു മിനിറ്റ്, അവിടെ തന്നെ ഞാൻ വരുന്നു. വേദ്, എവിടായിരുന്നു നീ? ഫോൺ വരെ നോട്ട് റീച്ചബിൾ ആയിരുന്നല്ലോ. എങ്ങും പോയില്ലെന്നേ. ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് പേടിപ്പിക്കാനാ കോണറിൽ പോയി നിൽക്കായിരുന്നില്ലേ? വേദ്, വന്ന് നീ കുറച്ച് ഓവർ ആവുന്നുണ്ടേ. സോറി സോറി എന്ന് പറഞ്ഞില്ലേ? ഐ എം സോ സോറി. നീ ശരിക്കും ഇവിടെ തന്നെ ആയിരുന്നല്ലേ? നിനക്കെന്താ തോന്നുന്നത്? നിന്റെ കൂടെ അങ്ങോട്ട് വന്നിട്ട് അവിടെ വെച്ച് മറിഞ്ഞിട്ട് ഇവിടെ പൊങ്ങിയതാണെന്ന് തോന്നിയോ? നിനക്ക് എന്താ പറ്റിയത് വേദ്? ഒന്നുമില്ലെന്നേ, വാ പോവാം. ഹലോ നിഹാരിക, ഹലോ ഹലോ.
ഇവളെന്ത് ഈ സമയത്ത് വിളിച്ചത്? വീണ്ടും അതേ കത്തി. ഇതെങ്ങനെ പുറത്തെത്തിയത്? എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ. എന്തുപറ്റി മാഡം? ഫയൽ അതിലുണ്ടല്ലോ. ഞാൻ എടുത്തു തരാം. ഡോക്ടർ, ഫയൽ. ഡോക്ടർ, ഫയൽ. ഓക്കെ. Oh my God. അമ്മ. വേദ്, ഞാൻ പറയുന്നതൊക്കെ നിനക്കൊരു ജോക്കായിട്ടാ തോന്നുന്നേ? എന്ത് ചെയ്യാനാ, പിള്ളേർക്ക് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന പോലെ. അല്ലാതെ എന്താ അത്? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞ? വിശ്വസിച്ചേ പറ്റൂ വേദ്. ഞാനും നിന്നെ പോലെ ഇതൊന്നും തുടക്കത്തിൽ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇന്ന് നടന്നത് ആലോചിക്കുമ്പോ എന്തോ ഒന്നും നടക്കുന്ന പോലെ തോന്നുന്നു. ഡോക്ടറെ, ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ നീ വായിക്കുന്ന നോവലിന്റെ എഫക്റ്റാ. എനിക്കിതൊന്നും നോവലിന്റെ എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. നിഹാരിക ഈ വിഷയത്തിൽ കള്ളം പറയുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം. നീയും ഇവള് പറയുന്നൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നൊന്നല്ല. അവളിങ്ങനെ പേടിച്ച് പറയുമ്പോൾ നീ അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ അവളെ കളിയാക്കണോ? നിക, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ നാളെ ഇവളോട് പോയി താമസിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താന്നൊക്കെ നോക്കി നമുക്കത് പരിഹരിച്ചു കളയാം. പോരെ? ഓക്കെ, ഇത്രയുള്ളൂ കാര്യം. കണ്ടില്ലേ? നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ എനിക്ക് ഇവളുടെ സന്തോഷ പ്രധാനം.
പറ്റിയത്? ഇതാ കുടിക്ക്. താങ്ക് യു. നിനക്ക് പോകാൻ ടൈമായില്ലേ? സാരല്ല, നീ പൊയ്ക്കോ. നീ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ ഞാൻ പോകുന്നത് തെറ്റല്ലേ നിക? ഇല്ല, എനിക്കിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ പോയിട്ട് നിന്റെ ജോലി നോക്ക് പ്ലീസ്. ഓക്കെ, ഭയപ്പെടല്ല കേട്ടോ. എന്ത് കാര്യമായാലും എന്നോട് തുറന്നു പറ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഒരുപക്ഷെ അത് പോരെങ്കിൽ നാളെ വേദ വരുമല്ലോ, അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറ. ഓക്കെ, ധൈര്യമായിട്ടിരിക്കേ കേട്ടോ. ബൈ. നിഹ, നിഹ, നിഹ. ഇവളിത് എവിടെ പോയിരിക്കുക? നിഹാരിക്ക, നീ ഇവിടെ ആയിരുന്നല്ലേ? എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ഉണ്ടാവാൻ പാടില്ലേ? നിനക്ക് മാത്രം എന്നെ പറ്റിക്കാം, ഞാൻ നിന്നെ പറ്റിക്കാൻ പാടില്ലേ? നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ ഞാൻ എന്താ? നമുക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതിയ ഫോൺ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോന്നത്. അല്ല, ഇന്നെന്താ സാരിയിൽ പുറത്തിറങ്ങാൻ തോന്നിയത്? സാരി നിനക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതായിരുന്നല്ലോ. ഇതെല്ലാം നിനക്ക് വേണ്ടിയാ. നീ ആഗ്രഹിച്ചതൊക്കെ സാധിക്കാന്നുള്ളതല്ല എന്റെ ജോലി. നിന്നെ മനസ്സിലാക്കിക്കാൻ ഇച്ചിരി പാടായിരുന്നു. ശരി, വാ വീട്ടിലേക്ക് പോ. വേണ്ട, ഇപ്പൊ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ വീട്ടിൽ ഇരിക്കാം. എന്നെ കൂട്ടിക്കൊണ്ട് പോവോ? നിഹാരിക, നിന്നെ സാരിയിൽ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? അതെന്താ ഇത്ര നാളും എന്നെ സുന്ദരിയായിട്ട് തോന്നിയില്ലേ? നീ കാണാൻ സുന്ദരിയല്ലടി. ഇന്ന് പക്ഷെ അതിനേക്കാൾ സുന്ദരിയാണെന്ന് പറയായിരുന്നു. സാരി ഉടുത്തപ്പോ നിന്റെ ഭംഗി ഇരട്ടിയായി. ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയല്ലേ, അതുകൊണ്ട് ഉടുത്തോണ്ട് വന്ന. നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു തരാന്നുള്ളതാ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കടമ. ഇനിയും നമ്മുടെ താലികെട്ട് കഴിഞ്ഞിട്ടില്ല മാഡം. അതിപ്പോ എങ്ങനെയാണെങ്കിലും കെട്ട് തന്നെ ചെയ്യുമല്ലോ. ഓക്കെ, നിനക്ക് എന്താ വേണ്ടേന്ന് പറ, ഞാൻ ചെയ്തു തരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാലും മേലെ കാലും കയറ്റി വെച്ച് അങ്ങ് ഇരുന്നാ മതി. ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. നീ കുക്ക് ചെയ്യാൻ പോകുന്നു? അടുക്കളയുടെ ഭാഗത്തേക്ക് പോകാത്ത നീ കുക്ക് ചെയ്യാൻ പോകുന്നു? അതൊക്കെ അപ്പോഴല്ലേ, ഇപ്പോഴല്ലല്ലോ. നീ പോയി വെറുതെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ.
വീട്ടിലേക്ക് പോവാ. ഒരു മിനിറ്റ്. ഇപ്പോഴാണ് നിന്നെ കാണാൻ കംപ്ലീറ്റ് ആയത്. Wait. എന്താ ഡോക്ടറെ, ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെ പറയണം? ഇന്നലെ രാത്രി വരാന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇന്ന് രാവിലെ വന്ന് നിന്നാ ഞാൻ എന്താ പറയണ്ടേ? ആരെപ്പറ്റി പറയുന്നത്? എനിക്ക് കേരളെന്നാണോ പറഞ്ഞു വരുന്നത്? നീ എന്ത് കെയറാ എടുക്കുന്നേ? ഇന്നലെ മുഴുവൻ അവളവിടെ നിൽക്കാന്ന് വലിയ വീരവാദം പറഞ്ഞവനല്ലേ നീ? വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും പറയാറുന്നില്ല നിനക്ക്? നീ ഒന്നും മിണ്ടായിരുന്നേ. ആ ശരി ശരി വിട്ടേക്ക്. ഇന്നലെ ഞാൻ നേരിട്ട് വന്നല്ലേ ഇവളെ പിക്ക് ചെയ്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. നോക്കിക്ക നീ, ഇന്നലെ അവൻ തന്നെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഇതാണ് ജോക്ക് ഓഫ് ദ ഇയർ. അളിയാ, ഞാൻ തമാശ പറയുന്നതല്ല. ഞാൻ വേണത് ഇവളോട് തന്നെ ചോദിച്ചു നോക്കി. ഇന്നലെ നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്ത് എന്റെ വീട്ടിലൊന്ന് ഒന്നിച്ചല്ലേ സ്റ്റേ ചെയ്തത്. നിഹാരിക, നീ ഇതിനൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇല്ല വേദ്, ഇന്നലെ ഞാനാണ് നിന്റെ കൂടെ വന്നില്ല. ഇന്നലെ ഫുൾ ഡേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കാ ഞാൻ എഴുന്നേറ്റത് തന്നെ. അതിനുശേഷം ഇവൻ വന്ന എനിക്ക് കമ്പനി തന്നെ. ഞാൻ നിന്നെ വിളിക്കായിരുന്നതാ, ഇവളെ വേണ്ടെന്ന് പറഞ്ഞു. നോ, നിങ്ങൾ നുണ പറയുന്ന. ഇന്നലെ ഞാൻ നിഹാരിക ഒന്നിച്ചുണ്ടായിരുന്നതല്ലേ. ഇന്നലെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുത്തോണ്ട് വന്ന് എനിക്ക് ഇഷ്ടമുള്ള ഡിഷസ് ഒക്കെ അവൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നതാ. എന്താ ഞാൻ സാരി എടുത്തുന്നോ? ചാൻസേ ഇല്ല. എന്റെ വീട് ഫുള്ള് തെരഞ്ഞാലും നിനക്ക് ഒരു സാരി പോലും കിട്ടില്ല. അത് മാത്രല്ല, ഇതുവരെ നീ എനിക്കൊരു സാരി വാങ്ങിയിട്ടില്ല. എന്തൊക്കെ പറയുന്ന നിഹാരിക? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട സാരി എന്ന് പറഞ്ഞ് നമ്മളൊരെണ്ണം വാങ്ങിയില്ലേ? വേദ, അതിന് ഞാൻ നിന്റെ കൂടെ വന്നാലല്ലേ നീ എനിക്ക് വാങ്ങിത്തരാൻ പറ്റൂ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു തവണ പോലും നമ്മൾ ഒരുമിച്ച് ഷോപ്പിംഗ് പോയിട്ടില്ല. ആ അതെ, നീ വരാത്തോണ്ടല്ലടാ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഇവളും കൂടി ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയത്. നോ, ഇത് നുണയാ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കല്ലേ. നമ്മൾ ആഴ്ചകൾ തോറും പാർക്കിൽ സിനിമയ്ക്കും ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നതല്ലേ. ഞാനൊന്നും നിന്നെ കൺഫ്യൂസ് ചെയ്യുന്നില്ല വേദ്, നീയാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോ വന്നു എന്ന് പറഞ്ഞ് നീയാ ഞങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നേ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അത് നീ വേണം പറയാൻ. ഷോപ്പിംഗ് പോട്ടെ, ഇത്രയും ദിവസത്തിനിടെ ഒരു തവണ പോലും നീ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല. അതും പോട്ടെ, ഇന്നലെ നീ വരാന്നും പറഞ്ഞ് ഞാനിവിടെ കാത്തിരുന്നപ്പോ എന്താ സംഭവിച്ചേ? അവസാനം വരെ നീ വന്നതേ ഇല്ല. ഇല്ല നിഹാരിക, ഞാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വന്നതല്ലേ. നീ വാതിലും തുറന്നില്ല, ഫോണും അറ്റൻഡ് ചെയ്തില്ല. ആകെ വിഷമിച്ച് ഞാൻ കാറിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോ നീ കാറിനകത്തിരിക്കുന്നു. അവിടുന്നല്ലേ നമ്മളൊന്നിച്ച് വീട്ടിലേക്ക് പോയത്. എന്റെ പൊന്നു മോനെ, വീണ്ടും കൺഫ്യൂഷൻ ആണോ? നീ കൺഫ്യൂസ് ആയത് പോരായിട്ട് ഞങ്ങളെ കൂടി കൺഫ്യൂഷൻ ആക്കല്ലേ. നിഹാരിക നിന്റെ വീട്ടിലോട്ട് വന്നിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, നിഹാരിക ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. എനിക്ക് അതിനുള്ള സാക്ഷികളും ഉണ്ടല്ലോ. എന്നാ അതെന്താ നീ തന്നെ കാണിക്ക്. നോക്കിക്കേ, നീ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഇതിനും വലിയ തെളിവ് വേറെ എന്തെങ്കിലും വേണോടാ? അവള് നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോയിൽ അവളെയും കാണേണ്ടല്ലേ? എന്തുകൊണ്ടില്ല? അതാടാ ഞാനും ആലോചിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത ഫോട്ടോസ് അല്ലേ, അതെങ്ങനെ ഇവിടുന്ന് മിസ്സിംഗ് ആവുന്നു? നീ തമാശ പറയുന്നൊക്കെ നിർത്താൻ നോക്ക്. നിഹാരിക, നീ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. ഗോഡ് പ്രോമിസ് ആയിട്ടാ ഞാൻ പറയുന്നത്. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാണെന്നേ. എനിക്ക് ആ മെമ്മറീസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇല്ല വേദ്, ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് മാത്രമല്ല എവിടേക്ക് ഞാൻ നിന്റെ ഒപ്പം വന്നിട്ടില്ല. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നോളാരാ? എന്റെ വീട്ടിലേക്ക് വന്നതാരാ? വേദ്, അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നല് മാത്രം അത്. രണ്ടുപേരും കൂടെ പറഞ്ഞു വരുന്നത്
എനിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങിയെന്നല്ലേ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഭ്രാന്തനാക്കിക്കൊണ്ടിരിക്കുക. വേദ്, ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഒരു പക്ഷെ സത്യമായിരിക്കും. ചിലപ്പോ അല്ല, അത് സത്യമാണ്. നിഹാരിക ഇതിനു മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വരുന്ന സമയത്തൊക്കെ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും അപ്പൊ ഇമോഷണൽ ആയിക്കൊണ്ടേയിരിക്കും. ഒരു സാധ്യതയില്ല. എനിക്ക് ഒരു ഇമോഷൻസ് സെറ്റ് ആവില്ലെന്ന് നിനക്കറിയില്ലേ? അപ്പൊ നിന്റെ രൂപത്തിൽ എന്റെ വീട്ടിൽ വന്ന ആരാന്നേ? എന്താ സംഭവിക്കുന്നതെന്ന് പറ. അതന്നെയാണോ നമ്മളിപ്പോ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നിഹാരിക പറയുന്ന പോലെ നിന്നെ ചുറ്റി എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ചുറ്റും എന്തോ സംഭവിക്കുന്നുണ്ട്, നിന്റെ ചുറ്റും ഇപ്പൊ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത്? ആരെ കൊണ്ടാണ് സംഭവിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നീട് ഒരുപാട് ആപത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പൊ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ വലിയ പ്രശ്നമാവും. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആരുമല്ല കാരണം. ഒരു പെണ്ണാണ്. അവളാണ് നിങ്ങളോട് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആ പെണ്ണ് ആരാ ഗുരുജി? അവളെ ഞങ്ങൾക്ക് അറിയാവോ? ഈ പ്രശ്നത്തിൽ നിനക്കൊരു ബന്ധവുമില്ല. ഇത് ഈ വേദുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. എനിക്ക് നിഹാരിക അല്ലാതെ വേറെ ആരെയും അറിയില്ല. അറിയാം, നീ ഇഷ്ടപ്പെട്ട പെണ്ണാണ്. നിന്നെ അത്രയ്ക്ക് ആഗ്രഹിച്ച പെണ്ണാ. ഇപ്പോഴും നിന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്. ഇത് പോരാഞ്ഞിട്ട് ജന്മജന്മങ്ങളായി നിന്നെ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്. ഗുരുജി, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പെണ്ണ് ഏതാ? അവളെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഇതിന് ഉത്തരം പറയേണ്ടത് വേദയാണ്. ഗുരുജി, എനിക്കങ്ങനെ ആരെയും അറിയില്ല. അറിയും. നടന്ന കാര്യങ്ങൾ നീ വേണമെങ്കിൽ മറന്നിട്ടുണ്ടാവും. പക്ഷെ അവള് മറന്നിട്ടില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരികയുടെ രൂപത്തിൽ അവൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവള് ജീവനോടെ ഇല്ല. അവളുടെ ആത്മാവ് ഇവനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അതുകൊണ്ട് ഇവന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവന്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമാണ്. അവളുടെ ആത്മാവ് ഇവന്റെ കാവലായിട്ട് കൂടെയുണ്ട്. ഇവൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയ അവൾ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൾ ആരാ, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ? അവൾ എൻ്റെ കണ്ണിലും തെളിയുന്നില്ല. അവള് നിഹാരികയുടെ രൂപത്തിലാണ് ചുറ്റിത്തിരിയുന്നത്. സംഭവിച്ചതൊക്കെ വെച്ച് നോക്കിയാ ഇനി അവളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നാ തോന്നുന്നത്. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നോക്ക്. അല്ലെങ്കിൽ അവള് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന കരാളിയായി മാറും. അതെ, കരാളി തന്നെ. കരാളി എന്ന് വെച്ചാൽ രക്തം കുടിക്കുന്ന ഒരു രക്ഷസാണത്. അവള് കരാളിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കൊല്ലപ്പെടുന്നതാണ്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നിങ്ങൾ ആരും കാരണക്കാരല്ല. നടന്ന കാര്യങ്ങള് നീ വേണമെങ്കിൽ മറന്നു കാണും. പക്ഷെ അവൾ ഇനിയും മറന്നിട്ടില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരികയുടെ രൂപത്തിൽ അവൾ വന്നുകൊണ്ടിരിക്കുക. അവള് കരാളിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ മരിക്കുന്നുള്ളത് നിശ്ചയമാണ്. വേദ്, അന്ന് നിഹാരിക വന്ന സമയത്ത് ഞാൻ കുളിക്കായിരുന്നു. മെയിൻ ഡോറ് ലോക്കായിരുന്നു. പക്ഷെ അവൾ എങ്ങനെയാ ഉള്ളിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഹേയ്, എന്തോ പ്രേതത്തെ നേരിട്ട് കണ്ട പോലെ പേടിച്ചിരിക്കുന്ന. പ്രേതത്തിനെ കണ്ടോണ്ടിരിക്കല്ലേ ഞാൻ, എന്റെ കൺമുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. നിക, ഞാൻ വേദിനെ കൂട്ടിക്കൊണ്ടുവരട്ടെ? അതൊന്നും വേണ്ട, അവൻ എപ്പോഴാണോ താഴേക്ക് വരുന്നത് അപ്പൊ വരട്ടെ. നന്നായി ദേവനെത്തി. ആ, നീ എത്തിയോ? ദേ, നിഹാരിക നിന്നെ കാത്തിരിക്കുക. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, ഞാൻ പിന്നെ വരാട്ടോ. ഏയ്, റിങ് മിസ്സിംഗ് ആണല്ലോ. അപ്പോ ഇവള് നിക, നീ മോതിരം വാഷ് ബേസിൽ വീണ് ശ്രദ്ധിച്ചില്ലേ? ഇതാ വാങ്ങിക്കോ. പേടിക്കേണ്ട വേദ്, ഞാൻ നിന്റെ നിഹാരിക തന്നെയാ. എനിക്ക് നീ നിഹാരികയാണെന്ന് സംശയമൊന്നുമില്ല. എനിക്ക് അതേക്കുറിച്ചൊന്നും ഓർത്ത് പേടിയില്ല. പക്ഷെ എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. എന്ത് സത്യം? നിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നു പോകുന്ന പെണ്ണാരാണെന്ന് അറിയണം. അവൾ എന്തിനാ നിന്റെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നെന്ന് അറിയണം. പ്ലീസ് പറയ് വേദ്, അവൾ ആരാ? നിഹ, എനിക്കങ്ങനെ ആരെ അറിയില്ല. ഇതിനും അപ്പുറം നീ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വേദ്. നീ ഇപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിഹാരിക നീ എന്നേക്കുമായി മറക്കേണ്ടി വരും. അവൾ ആരാ, നിങ്ങളുടെ തമ്മിൽ എന്താ ബന്ധം നീ പറഞ്ഞേ പറ്റൂ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അവള് എന്താ പാതി വെച്ച് നിർത്തിയത്? പറയ് വേദ്. അവളെ പറ്റി പറയാൻ നിനക്ക് ഇത്ര മടിയാണെങ്കില് അവളെ നീ തന്നെ കൊന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നേ. ഇല്ല, ഞാനല്ല അവളെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ സത്യം എന്താന്ന് പറയൂ. സുന്ദരി 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 ജീവിത മകളുകയോ പ്രേമമേയുലയുകയോ മഞ്ഞിലൻ അഗ്നിയോ മൗനമായി അകലുകയോ അംശമായി പുൽകുകയോ മനസ്സോടെ നീ വരൂ. വേദ്, എന്താ ഇതൊക്കെ? നമ്മൾ ഒന്നിച്ചിട്ടിപ്പോ 1 വർഷം തികയുന്ന ദിവസം. ഈ ദിവസത്തിന്റെ സന്തോഷത്തിനാണ് ഇങ്ങനൊരു ഗിഫ്റ്റ്. ഈ ജീവിതത്തില് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. വേദ്, നീ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും ആവുന്നില്ല. എന്നെ പോലൊരു അനാഥയ്ക്ക് ജീവിതം നീ തന്നില്ലേ, ഇതിന് പകരം വെക്കാൻ ഒന്നിനും ആവില്ല. ഞാൻ ജീവനോടുള്ളപ്പോ നീ എന്തിനാ ഒരു അനാഥയായിട്ട് കാണുന്നത്? നിന്റെ അച്ഛനും അമ്മയും നിന്റെ കുടുംബം ഒക്കെ ഈ ഞാൻ തന്നെയാണ്. നീ എന്റെ കുഞ്ഞു പാവക്കുട്ടി. അതെ, ഞാനൊരു പാവ തന്നെയാ. പക്ഷെ ഈ പാവയ്ക്ക് ജീവിതം തന്നത് നീയാ. എല്ലാരെ പോലെ ജീവിക്കണമെന്നുള്ള എന്റെ ആഗ്രഹത്തിന് പുതുജീവൻ തന്നത് നീയാ. അത് ഒരുപാട് വിലപ്പെട്ടതാ ദേവ്. ദേവ്, എന്റെ ജീവിതം മുഴുവനും നീയാ. സമാധാനത്തോടെ ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഹലോ 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 ഹലോ, പറയേ. ഹലോ, ആരും സംസാരിക്കാത്ത എന്താ? നീ എന്താടി ഇവിടെ നിൽക്കുന്നേ? ഓ, അതുകൊണ്ടാണോ വീടിന്റെ അങ്ങോട്ടേക്കൊന്നും വരാത്തെ? ദേ നോക്ക്, ദയവ് ചെയ്ത് ഇവിടുന്ന് നിങ്ങളൊന്ന് പോ. എന്തിനാടി കൊച്ചി ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? ഓ, മനസ്സിലായി, വിട്ടേക്ക്. ഏതോ നല്ല ആളെയും കൊണ്ട് വന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചു വിടാൻ നോക്കുന്നേ. ആ, അയ്യോ ഇല്ല, ഞാൻ അതുപോലത്തെ പെണ്ണൊന്നും അല്ല. എന്നെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാനിവിടെ വന്നേ. ഓ, നമ്മളെ പോലുള്ളവർക്കൊന്നും പ്രണയം ഇല്ലല്ലോ.
അതുപോലൊന്നും ജീവിക്കരുതെന്ന് കരുതിയിട്ട് എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് എനിക്ക് നല്ലൊരു ജീവിതം നയിക്കണം. നിങ്ങളോട് കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുക, ദയവ് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ജീവിതം നന്നാവുകയാണെങ്കിൽ ഞങ്ങൾ അത് മുടക്കൂന്നാണോ നീ വിചാരിക്കുന്നത്? ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയി. ഇനി ആരെ കൊണ്ടും അതൊന്നും മാറ്റാനും പറ്റില്ല. നിന്റെ ജീവിതമെങ്കിലും നന്നായി കണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തായാലും സന്തോഷായി. നീ ആരാണെന്ന് ആ പയ്യനെ അറിയോ മോളെ? അത് അറിയാം. അറിയെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ആ ദൈവം നിന്നെ രക്ഷിക്കും മോളെ. അതെ, ഒരു മിനിറ്റ്. നീ എന്നെ ചതിച്ചല്ലേ? നീ എന്റെ പ്രേമമാടി നശിപ്പിച്ച്. എന്തിനാടി നീ എന്തിനങ്ങനെ കാണിച്ച്? എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കാണുമ്പോ കുട്ടി പാവാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നിട്ട് നീ ഒരു സ്ത്രീ അല്ലെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് നീ പറയാതിരുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താടി കേക്കണ്ടത്? എന്താ ഞാൻ കേക്കണ്ടേ? ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നതിന്റെ കഥയാണ് ഞാൻ കേക്കണ്ടത്. നിനക്ക് നീ എന്താടി പറയാനുള്ളത്? ഞാനൊരു പെണ്ണിനെ അല്ല സ്നേഹിച്ചെന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ ഇനി എന്താടി കേക്കണ്ടത്? നിന്റെ മുഖം കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. പ്ലീസ് വേദ്, ഇതുപോലൊന്നും സംസാരിക്കല്ലേ. ഞാൻ നിന്നെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു വേദ്. അതിന് ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കൈകൊട്ടുന്ന ജോലി ചെയ്തോണ്ടിരിക്കണം എന്നാണോ? ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് വേണ്ടിട്ട് ഞാൻ മാറിയത് വേദ്. നിന്നെ കണ്ടതിന് ശേഷം നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറിയത്. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറിയത്. എനിക്ക് ഒരു വീട്ടിലെ മഹാലക്ഷ്മി ആവാൻ വേണ്ടിയിട്ട് ഞാൻ മാറിയത് വേദ്. രാവിലെ എഴുന്നേറ്റ് വീടിന്റെ ഉമ്മറത്ത് കോലമിട്ട് നീ എഴുന്നേക്കുന്നതിന് മുമ്പ് നിനക്ക് കോഫി ഉണ്ടാക്കി തന്ന നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മാറിയത്. എന്നെ ഇതുപോലെ മാറ്റിയെടുത്തത് നിന്റെ സ്നേഹമാണ് വേദ്. ആ സ്നേഹം കണ്ടില്ലെന്ന് വെക്കരുത് വേദ്. വെക്കല്ലേ. ആഗ്രഹമൊക്കെ വലുതാണല്ലോ. ഒരു സ്ത്രീ അല്ലാത്ത നിനക്ക് എങ്ങനെയാടി അത്തരം ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റുന്നത്? ആദ്യം ഒരു പെണ്ണെന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആഗ്രഹിക്കാനൊക്കെ. എന്താ, ഞങ്ങളെ പോലുള്ളവർക്ക് അതുപോലൊരു ജീവിതം പാടില്ലേ? അതുപോലുള്ളൊരു ജീവിതം ഞങ്ങൾ സ്വപ്നം കാണുന്നത് തെറ്റാണോ? നിന്റെ മനസ്സിലുള്ളത് ആഗ്രഹമല്ല, ദുരാഗ്രഹമാ. നിന്നെ പോലൊരുത്തിയെ കല്യാണം കഴിച്ചിട്ട് ഈ സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാ പറയുന്നത്? വേദ്, നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം. ദയവ് ചെയ്ത് നിന്റെ ഭാര്യ അവൻ ഒരേ ഒരു ചാൻസ് എനിക്ക് താ. വേറെ ഒന്നും എനിക്ക് വേണ്ട വേദ്. ശാരീരിക ആവശ്യത്തിന് മാത്രമല്ലല്ലോ സ്ത്രീ, അമ്മയാകുന്ന കാര്യവും അതിന് പറ്റുമോ നിനക്ക്? കുട്ടികളെ പ്രസവിച്ചാൽ മാത്രമേ പെണ്ണാവുന്നുണ്ടോ? നീ പറയുന്ന പോലെ അവര് മാത്രമാണ് പെണ്ണുങ്ങളെങ്കിൽ ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്നു വേദ്. അവരൊന്നും പെണ്ണുങ്ങളല്ലേ വേദ്. നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ അമ്മയെ പോലെ നോക്കിക്കോളാം ഞാൻ. ഒരു പെണ്ണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. നിന്റെ കൂടെ ജീവിക്കാൻ ഒരേ ഒരു അവസരം മാത്രം തന്നൂടെ? സ്ത്രീ 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 അല്ലാത്ത നിനക്കൊരു സ്ത്രീയുടെ ഫീലിങ്സിനെ പറ്റി എന്താണ് മനസ്സിലാവുന്നത്? ഒരു വൈഫ് ആകാൻ പോലും അൺഫിറ്റായി നീ എങ്ങനെയാണ് എന്റെ അമ്മയാവാൻ പോകുന്നത്? ആദ്യം സ്ത്രീയെയും സ്ത്രീത്വത്തെ എന്താ നീ പഠിക്കേ. എന്നെ പോലെ ആളുകളെ ഇങ്ങനെ പറ്റിച്ചിട്ട് സ്ത്രീ സമൂഹത്തിന് എന്നെ അപമാനാവരുത്. എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ.
നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മാറി. വേദ്, പ്ലീസ് വേദ്, വേദ്. സ്ത്രീ അല്ലാത്തൊരാളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. പിന്നെ എന്റെ ലൈഫിന്റെ ഏഴായാലത്ത് കണ്ടുവരുന്നതിന് വിടറി. വേണ്ട വേദ്, എന്നോട് അങ്ങനെ പറയില്ലേ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വേദ്. എനിക്ക് നിന്നെ വേണം. വിടറി. വേദ്, വേദ്, എന്നെ ഉപേക്ഷിച്ചിട്ട് പോലെ, എന്നെ ഇവിടെ വിട്ടിട്ട് പോലെ വേദ്. വേദ്, വേദ്, ഞാൻ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീയായിട്ട് വന്ന എന്നെ സ്വീകരിക്കാമോ വേദ്? ഒരു കല്ലിന് നമുക്ക് ശില്പമാക്കി മാറ്റാൻ പറ്റും, പക്ഷെ നിന്നെ എങ്ങനെയാ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്? നിനക്ക് ഒരിക്കലും ഒരു നോർമൽ വിമൺ ആവാൻ പറ്റില്ല. വിടറി. വേദ്, 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 എന്നെ വിട്ടിട്ട് പോലെ വേദ്. എന്നെ ഉപേക്ഷിക്കല്ലേ പ്ലീസ് വേദ്, എന്നെ ഉപേക്ഷിച്ചിട്ട് പോലെ വേദ്. വേദ്, വേദ്, എന്നെ വിട്ടിട്ട് പോലെ വേദ്. എന്നെ ഉപേക്ഷിച്ചിട്ട് പോലെ മംഗളമുഖിലി വളോ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അവളെ ചതിച്ചതല്ല നിഹാരിക. അവള് പ്രേമത്തിന്റെ പേരും പറഞ്ഞ് എന്നെ ചതിക്കായിരുന്നു. നീ തന്നെ പറ, ഞാൻ അവളെ ഉപേക്ഷിച്ചത് തെറ്റാണെന്നാണോ? തെറ്റൊന്നുമില്ല വേദ്. പക്ഷേ നീ അവളെ വിട്ടിട്ട് വന്നതിന് ശേഷം അവളെ എപ്പോഴെങ്കിലും നീ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവളെ കാണാൻ പോകുന്ന പോയിട്ട് അവളുടെ ഫോട്ടോസ് കാണുമ്പോഴത്തേന് എനിക്ക്, അതുകൊണ്ട് എല്ലാ ഫോട്ടോസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു തന്നെ. ആ ട്രോമയിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണം തോന്നി, അതുകൊണ്ട് സമ്മതിച്ച. വേദ്, നീ എടുത്ത തീരുമാനം ശരിയടാ. പക്ഷേ നീ വിട്ടു വന്നതിന് ശേഷം അവൾ എന്താ ചെയ്തെന്ന് വല്ല വിവരമുണ്ടോ? എന്നെ പറഞ്ഞ് പറ്റിച്ചവളെ പറ്റി ഞാനെന്ത് അന്വേഷിക്കാനാ? അവളെ പറ്റി പറയുമ്പോൾ തന്നെ എനിക്കാകെ വട്ടുപിടിക്കുക. അവളിപ്പോ ഉള്ള സ്ഥലം അറിയോ നിനക്ക്? കറക്റ്റായിട്ട് അറിയില്ല നിഹാരിക. പക്ഷേ അവളെ ഡ്രോപ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ചിലപ്പോൾ അവിടെ ആർക്കും അറിയില്ലായിരിക്കും. അവളിപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ജീവനോടുണ്ടെങ്കിൽ പിന്നെ മറയത്ത് നിന്ന് എന്തിനാ ഈ നാടകമൊക്കെ കളിക്കുന്നേ? അവള് തീർച്ചയായും മരിച്ചു. അങ്ങനെ തോന്നില്ല നിഹാരിക. അവൾക്ക് വീണ്ടും എന്നെ വേണമെന്നുള്ള ചിന്ത കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്ന് ഗുരുജി നമ്മളോട് അവൾ മരിച്ചിട്ട് ആത്മാവായിട്ട് നിഹാരികയുടെ രൂപത്തിൽ വരുമെന്നല്ലേ പറഞ്ഞേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊന്നും. ഒരുപക്ഷെ ഗുരു പറഞ്ഞ പോലെ അവള് പെണ്ണാകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ? നീ എന്താ തമാശ പറയേ? അവൾ എത്ര ശ്രമിച്ചാലും അവൾക്ക് പെണ്ണായി മാറാൻ പറ്റില്ല. അങ്ങനെ ചെറുതായി കാണല്ലേ വേദ്. പ്രണയം കൊണ്ട് എങ്ങനെ വേണമെങ്കിലും മാറാം. പെണ്ണല്ലാത്ത ആള് പെണ്ണാകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാകില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് തന്നെ എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. നീ ഇതിനെക്കുറിച്ച് അധികം ഒന്നും ചിന്തിക്കേണ്ട വേദ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയാം. വേദ്, നീ ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ടടാ. ശരി, എനിക്ക് പോകാൻ സമയമായി. നിങ്ങളെ രണ്ടുപേരും ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. വാ. വാ. ജീവനോടെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതേപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ കുളിരു. നീ പറയുന്നത് കേൾക്കുമ്പോൾ ആ ഊർമിള കരാളി രൂപത്തിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുതൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
ഞാൻ കാരണം നിഹാരിക്ക് പാപത്തിലായാലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആദ്യം ഇതിനൊരു പരിഹാരം കാണാൻ നോക്ക്. പക്ഷേ അവള് ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നമ്മളെ തമ്മിൽ പിരിക്കാൻ ആർക്കും സാധിക്കില്ല വേദ്. ആ പെണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഫയലൊന്ന് നോക്ക്. നിഹാരിക, ഈ ഫയലിനകത്ത് എന്താ ഉള്ളത്? ഒരു പെണ്ണാകാൻ അല്ലെങ്കിൽ ഒരു ആണാകാൻ ശ്രമിച്ചവരുടെ ലിസ്റ്റായത്. നീ എന്തായി പറയുന്നത്? അല്ല, ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇപ്പം ഞാൻ പറയാം. ഞാൻ ജനറൽ ഫിസിഷ്യന്റെ കൂടെ നിർവ്വാണ ഓപ്പറേഷൻ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റാ. ഒരാണിനെ പെണ്ണാക്കുന്നതിലും പെണ്ണിനെ ആണാക്കുന്നതിലും ഞാൻ സ്പെഷ്യലിസ്റ്റാ. ഇതൊക്കെ ഒരു വർക്ക് സീക്രട്ടാ. അതുകൊണ്ടാ നിന്നോട് പറയാതിരുന്നത്. അല്ല, നീ എപ്പോ തൊട്ടാ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തു തുടങ്ങി? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ MBBS പഠിക്കുന്ന കാലം തുടങ്ങി ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നവരുമായി പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് അവരോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ കാരണം അവരെ കുറിച്ച് റിസർച്ച് നടത്തി. അപ്പോൾ അവരുടെ വേദനകളൊക്കെ മനസ്സിലാക്കി ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കണം എന്നൊരു താല്പര്യം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാ. ഇപ്പോ ഒരു 2 വർഷമായിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നു. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ വേദ്. സാഹചര്യം ഒരു മനുഷ്യനെ ഏത് വിധത്തിലും മാറ്റിമറിക്കാം. എന്റെ കാര്യം വിട്ടേക്ക്. ഇപ്പൊ ഈ ഫയലിൽ നിന്റെ ആ പാവയുണ്ടോന്ന് നോക്ക്. അവൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മരണത്തെ അതിജീവിക്കാനുള്ള ശക്തി പ്രണയത്തിനുണ്ടെങ്കിൽ ഒരു പെണ്ണാകാനുള്ള ശ്രമം നടക്കില്ലെന്നാണോ? ഒരു തവണയൊന്ന് നോക്ക്. ഇത് കണ്ടു കഴിഞ്ഞാ നമ്മുടെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടിയാലോ? പ്ലീസ് വേദ്, ഒരു പ്രാവശ്യം ഈ ഫയൽ ഒന്ന് നോക്ക്. അവൾ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയെങ്കിലും ഒന്ന് നോക്ക്. എനിക്ക് അവളെ പറ്റി കാണാനൊന്നും താല്പര്യമില്ല. ഇഷ്ടം അല്ലെങ്കിൽ കൂടെ നമ്മുടെ ഈ പ്രശ്നത്തെ ഇന്ന് പുറത്തു വരണമെങ്കിൽ നീ ഇത് ചെയ്യണം. പ്ലീസ് വേദ്, ഒന്ന് നോക്ക് നീ. എന്തു പറ്റു വേദ്? എന്നെക്കൊണ്ട് പറ്റില്ല നിഹ. എനിക്കൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് വേദ്. ഇവളാ ഞാൻ പറഞ്ഞ പാവ. ഇവളോ? ഇവിടെ നിനക്കും അറിയോ? നന്നായിട്ട് അറിയാം. ഇവളെ മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡോക്ടർ, എനിക്കൊരു പെണ്ണായിട്ട് മാറണം. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു പെണ്ണ് തന്നെയാണല്ലോ, പിന്നെന്തിനാ ഓപ്പറേഷൻ? ഡോക്ടർ, എനിക്ക് മുഴുവനായിട്ടൊരു സ്ത്രീയായിട്ട് മാറണം. ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ആക്ച്വലി അതിന് ഒരുപാട് പണം ചെലവാകും. നിങ്ങളുടെ കയ്യിൽ അത്രയുണ്ടോ? ഡോക്ടർ, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. എനിക്കൊരു പെണ്ണായിട്ട് മാറിയാൽ മാത്രം മതി. നോക്ക്, നിങ്ങൾ എന്തിനാ അതിനെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ, അതൊക്കെ ഒരു പെണ്ണായതിനു ശേഷം ഞാൻ പറയാം. എന്നെ ഒന്ന് പെണ്ണായിട്ട് മാറാൻ സഹായിച്ചാൽ മാത്രം മതി. എന്തിനാ നിങ്ങൾ വെറുതെ ഇങ്ങനെ സഹായത്തെ പറ്റിയൊക്കെ പറയുന്നേ? നഴ്സ്, ഇവരെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകും. ഓക്കെ ഡോക്ടർ, പ്ലീസ് കം. ഇവളെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആണായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. സിസ്റ്റർ, എന്തുപറ്റി? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നു? ഡോക്ടർ, ഈ റിപ്പോർട്ട് ഒന്ന് നോക്കിയേ. അവരുടെ അടുത്ത് 95% മെയിൽ ഹോർമോണാ ഉള്ളത്. അങ്ങനെ ഇരുന്നിട്ടും അവരെ കാണാൻ പെണ്ണിനെ പോലെ തന്നെ ഉണ്ട്. ഏത് വിധത്തിൽ നോക്കിയാലും ഒരു ആണിന്റെ ഛായയില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു മിറാക്കിളാ. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചാകാൻ പോകുന്ന കോഴിയാണെങ്കിൽ പോലും ചാവുന്നതിന് മുമ്പായിട്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാറില്ലേ? അതുപോലെ ഏതും ഇവളും എന്തിനൊക്കെയാ വേണ്ടി ശ്രമിക്കുന്നെന്ന് മാത്രം. ഇപ്പോ എന്താ ചെയ്യാ ഡോക്ടർ? അവരെ കൊണ്ട് പെണ്ണാകാൻ പറ്റില്ലെന്ന് പറയട്ടെ? നിനക്കെന്താ വല്ല വട്ടും പിടിച്ചോ? അവള് പെണ്ണായാലും ആണായാലും അതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? നോക്ക്,
നമുക്ക് വേണ്ടത് പണമാണ്. ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നന്നായിട്ട് സമ്പാദിച്ചിട്ട് രക്ഷപ്പെടണം. നോക്ക്, അവളെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിഹാരികനെ വിളിപ്പിക്ക്. പക്ഷെ അവള് കേസ് ഫയൽ നോക്കിയാലോ? ചെക്ക് ചെയ്തിട്ട് പോട്ടെ. ആണായിട്ട് മാറാൻ വേണ്ടിട്ടാന്ന് എഴുതിയാ മതി. നിഹാരിക ഒന്നിനെ പറ്റി ശ്രദ്ധിക്കുന്ന പെണ്ണൊന്നുമല്ല. അവള് വന്നിട്ട് കേസ് ഫയലിൽ എന്താണെന്ന് നോക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് പോവും. അത്രേ ഉള്ളൂ. നീ പോയി വിളിച്ചിട്ട് വാ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യും. എന്നുവെച്ചാ ഞാനൊരു പെണ്ണായിട്ട് മാറുമെന്നല്ലേ? അതെ, നിങ്ങളൊരു പെണ്ണായിട്ട് മാറും. പക്ഷെ അതിന് ഒരുപാട് പണം ചെലവാവും. ആ എമൗണ്ട് നിങ്ങൾ റെഡിയാക്കിയാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ഡോക്ടർ, ഞാൻ തരാം ഡോക്ടർ. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇത്രയും സൗന്ദര്യമുള്ള ഒരു ലേഡി എന്തിനാണ് ആവാൻ ആഗ്രഹിക്കുന്നത്? ഇവര് ശരിക്കും ആണാകാൻ വേണ്ടി തന്നെയാണോ വന്നിരിക്കുന്നത്? അതെ ഡോക്ടർ, അവൾക്ക് പെണ്ണായിരിക്കാൻ താല്പര്യമില്ലാത്രേ. ഡോക്ടർ, പേടിക്കണ്ട. എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോ ഞാനൊരു പെണ്ണാവും. നിന്നെക്കാളും നല്ല സുന്ദരിയാവും. അപ്പോ നേരെ വേദിന്റെ അടുത്ത് പോയി എന്നെ കല്യാണം കഴിക്കാൻ പറയും. അപ്പൊ അവൻ തീർച്ചയായിട്ടും സമ്മതിക്കും. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നല്ല ഭാര്യയായിട്ട് അവന്റെ കൂടെ ജീവിക്കും. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ ഞാൻ മാറ്റിയിരിക്കും. ഇങ്ങനെയും ജീവിക്കാൻ പറ്റുമെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കും. പാവേ, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. സാരമില്ല, ഞാനൊരു കുട്ടിയായിട്ടിരിക്കും. അവനും എനിക്ക് കുട്ടിയാവും. ദേഷ്യത്തിലായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ അവൻ അങ്ങനത്തെ ആളൊന്നും അല്ല. അവനെപ്പറ്റി നന്നായിട്ട് എനിക്കറിയാം. ഞാനൊരു പെണ്ണല്ലെന്ന് കരുതിയിട്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയേ. ഞാൻ ആദ്യമേ ഇത് ചെയ്യേണ്ടതായിരുന്നു. അന്നേരം എനിക്കെന്താ ഇതിനെ പറ്റിയൊന്നും അറിയില്ലാതിരുന്നേ. പക്ഷെ ഞാനിപ്പോ ഒരു പെണ്ണായിട്ട് മാറി. ശരിക്കും ഒരു പെണ്ണായിട്ട് മാറി. ഞാൻ സന്തോഷായിട്ട് ഇരിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. എന്റെ പ്രണയം എനിക്ക് തിരിച്ചു കിട്ടും. എന്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടാൻ പോവാ. എന്റെ വേദന എനിക്ക് തിരിച്ചു കിട്ടും.
സിസ്റ്റർ, ഇവർക്ക് എന്താ പറ്റിയ? എന്തിനാ ഇത്രയധികം സന്തോഷിക്കുന്ന? വേറെന്തിനായിരിക്കും ഡോക്ടർ? അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. അതെയോ? വരൂ ഡോക്ടർ. എന്നുവെച്ചാ അവള് പെണ്ണായി മാറിയില്ല, പകരാണായിട്ട് മാറിയല്ലേ? എക്സാക്ട്ലി. ഞാൻ അവൾ ആണാകാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അവൾ എങ്ങനെ മരിച്ചത്? നീ പറയുന്നത് കേൾക്കുമ്പോ അവൾ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവള് മരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേദന ഡിസ്റ്റർബ് ചെയ്യുന്നത് ആരായിരിക്കും? ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഊർമിള എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടെത്തിയേ പറ്റൂ. ഇക്കാര്യം നമുക്ക് ഗുരുജിയും കൂടി അറിയിക്കണം. അദ്ദേഹത്തിന്റെ വഴിയിൽ ട്രൈ ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ വഴിക്കൊന്ന് അന്വേഷിക്കാം. നാളെ അവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കാം. എന്തെങ്കിലും ക്ലൂ നമുക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതെ, നിഹാരിക പറയുന്നതാണ് അതിന്റെ ശരി. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ ശ്രമിക്കുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല. ഒരുപക്ഷെ അവളുടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ കൊന്നേക്കും. അങ്ങനൊന്നും പറയില്ലേ ചന്ദ്രൻ. ഞങ്ങളുടെ തന്നെ കർമ്മഫലം ഞങ്ങളല്ലേ അനുഭവിക്കേണ്ടത്. ഇനി അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകളൊന്നും ചെയ്യണ്ട. നിന്റെ അത്രയൊന്നും ക്ഷമ എനിക്കില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരിക്കണം. നിങ്ങളെ രണ്ടുപേരും പിരിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. നീ ഒന്ന് റിലാക്സ് ആയിരിക്കേ. ഞാൻ തന്നെ നിഹാരിക വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. നിഹ, വാ. ധൈര്യമായിട്ടിരിക്കുക. ഒരു പർദ്ദയിട്ട പെണ്ണിനെ കൊണ്ടും നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതും ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, ആരാ നീ? ഈ അർദ്ധരാത്രി എന്താ പണി? ഗോരിപ്പാളയം മൈതാനത്തിലേക്ക് വരുന്നുണ്ടോ? കുറച്ചു സമയം മുമ്പ് ഞാൻ അവിടുന്നാ വന്നത്. ഓ, ഇപ്പൊ തിരികെ പോകാൻ വഴി അറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് ആക്കാമോ? എന്തേ എന്നെ കണ്ട ആ ശ്മശാനത്തിൽ ശവം കൊണ്ടുവന്നാണെന്ന് വിചാരിച്ചോ? എനിക്കങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഇതിലെ നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. നീ പറഞ്ഞ സ്ഥലത്തും. നിങ്ങളും കൂടി ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കിക്കേ. സാരമില്ല, വിട്ടേക്ക്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ആ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ഒരാൾ അവിടെ തീർച്ചയായിട്ടും വന്നിരിക്കും. ഓ, ഒന്ന് പോവാൻ നോക്കോളെ. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ കൂടെ വരണം പോലും. അയ്യോ എന്റെ ദൈവമേ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇത്ര പെട്ടെന്ന് ഇവിടെ എവിടെ പോയി? വീണ്ടും എന്തിനാ തിരിച്ചു വന്നേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് മാറി കൂടെ വന്നാലോന്ന് വിചാരിച്ചു. ദേ നോക്കിക്കേ, നീ ഇപ്പൊ പോകുന്നോ ഇല്ലയോ? ഏയ്, ഞാൻ പോവല്ലേ. എന്തിനെങ്ങനെ ചൂടാവുന്നേ? പോ നോക്ക്. ദൈവമേ, അവളോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് വന്നത്? രക്ഷിക്കണേ. എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട, അയ്യോ എന്നൊന്നും ചെയ്യല്ലേ.
ഞാനാ ഊർമിള, വേദിന്റെ പാവ. നീയോ? നീ എന്തിനാ വന്നത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ലാതെ വേറെ എങ്ങോട്ടേക്ക് പോവണ്ടേ? എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ മാത്രം. ഞാൻ എങ്ങനെ കാരണമാവുക? ഞാൻ ആഗ്രഹിച്ചത് പെണ്ണായിട്ട് മാറാനാ. പക്ഷെ നീ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? നീ എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ? നീ കാരണം എന്റെ മുഖം ആരെയും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായില്ലേ? ഇല്ല, നീ കള്ളം പറയാ. നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. സത്യം പറയും, നീ ആരാ? ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസം ആയില്ല അല്ലേ? നീ കാരണം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് കാണണമല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണണം. എന്താ മോളെ ഇതെല്ലാം? ഇതുപോലെ ആയത് കാരണം എന്റെ മുഖം കാണിക്കാൻ പറ്റാതെ പർദ്ദയിട്ട് നടക്കേണ്ട അവസ്ഥയിലായി. ഇതെങ്ങനെയാ പറ്റിയെന്ന് പറ. ഞാനിവിടെ ഒരു പെണ്ണായിട്ട് മാറാനാ വന്നേ. പക്ഷെ അവരെന്നെ ഒരു ആണാക്കി മാറ്റിക്കളഞ്ഞു. ഇനി നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം. ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അവരില്ലേ ഇവിടെ? അവരില്ല മോളെ. ആരും ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം അവരിവിടെ ജോലി ചെയ്യും, പിന്നെ അവര് പോവും. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് കൂടി അവര് പറയാറില്ല. ഇപ്പൊ നോക്കിക്കേ, ഞാനിവിടെ ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നേ. ഇവിടെ പുരുഷനാവണമെന്നാണല്ലോ എഴുതിയിരിക്കുന്നേ. നിങ്ങളും സമ്മതിച്ചിട്ട് സൈനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ഡോക്ടർ, ഞാൻ പെണ്ണായിട്ട് മാറാൻ ഇങ്ങോട്ടേക്ക് വന്നേ, ആണായിട്ട് മാറാൻ വേണ്ടിട്ടല്ല. ഇവരെല്ലാരും കൂടി എന്നെ പറ്റിച്ചതാ. നിങ്ങളെ കബളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല ഡോക്ടർ, ഞാനൊരു പെണ്ണാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. വേണമെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഇല്ലേ, അവരോട് ചോദിക്കേ. അങ്ങനെയൊന്നും നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല മോളെ. അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. ഡോക്ടർ, അവരെവിടെയുള്ളെന്നൊന്ന് പറ, ഞാൻ പോയി അവരോട് ചോദിക്കാം. ഇല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ തരുമോ? അവരോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. നിന്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഡോക്ടർ ഉണ്ടല്ലോ, അവരിപ്പോ ഞങ്ങളുടെ കോണ്ടാക്റ്റിലില്ല. സാരമില്ല, അവരെവിടെ പോയാൽ കാണാൻ പറ്റുന്നെങ്കിലും ഒന്ന് പറയേ. ഞാൻ നേരിട്ട് പോയി അവരെ കണ്ടോളാം. എനിക്കറിയില്ല മോളെ. അവർ ഈ ജോലി മാത്രമല്ല ചെയ്യുന്നത്, വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അവർ ജോലി ചെയ്യുന്നത്. ഇതുപോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആരും അറിയാതെ വളരെ സീക്രട്ട് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഡോക്ടർ, അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ നീ എങ്ങനെയാണോ അതേപോലെ തന്നെ ജീവിക്കുന്നതാണ് എനിക്കുള്ള ഏക വഴി. ഈ വിഷയത്തില് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്നത് ജീവൻ പോലും പോകാൻ കാരണമാവും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. ചേർന്നിട്ടാണല്ലേ എന്നെ പറ്റിച്ചത്. ഞാനൊരു പെണ്ണായിട്ട് മാറിയ വേദിന് ഇവൾക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞത്. അരികിലായി വരൂ നീ, വാക്കുകൾ കേൾക്കാതെ
കണ്ടിട്ട് ചിരിക്കുവാണല്ലേ? ചിരിച്ചോ, കുറച്ചുകൂടെ ഉറക്കെ ചിരിക്ക്. എന്നെ കണ്ട് ആ ദൈവം തന്നെ ചിരിക്കുമ്പോ നീ തന്നെ ചിരിക്കാതെ വേറെ എന്ത് ചെയ്യാനാ? പാവേ, എന്നെ എല്ലാരും പറ്റിച്ചു. എന്നെ എല്ലാവരും പോലെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിട്ട് അവര് സമ്മതിച്ചില്ല. പാവേ, നമ്മൾ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയണം. എന്താ എന്താ നമുക്ക് അവരെ പോലെ ജീവിക്കാൻ പറ്റില്ലേ? എന്താ അവര് സമ്മതിക്കാത്തെ? നമ്മളെല്ലാവരും ദൈവത്തിന്റെ കുട്ടികളല്ലേ, പക്ഷെ മറ്റെന്തൊക്കെയോ പോലെ അവര് കാണുന്നേ. ഞാനൊരു പെണ്ണായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? മറ്റുള്ളവരെ പോലെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? ഇല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? പറയൂ പാവേ. എല്ലാത്തിനും നീ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നെ? നീ ഒരു തരത്തില് അമ്പലങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തെ പോലെ തന്നെയല്ലേ? എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നെ? നിന്റെ അടുത്തുനിന്ന് ഞാനിനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചാലും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം എന്നുള്ള പോലെ ചിരിച്ചുകൊണ്ടേ ഇരിക്കല്ലേ? നിനക്കൊരു ജീവിതം ഉണ്ടായിട്ട് നീ ഒരാളെ ഇഷ്ടപ്പെടുമ്പോ മാത്രമേ നിനക്കത് മനസ്സിലാവൂ. ജീവിതത്തെ പറ്റി എന്തോരം ആഗ്രഹിച്ചതാ ഞാൻ. പക്ഷേ അതെല്ലാം ഇന്ന് തകർന്ന് തരിപ്പണമാക്കി കളഞ്ഞില്ലേ? അവനെ എനിക്കിനി കിട്ടില്ല. എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. അതെ, വേദന എനിക്ക് വേണം. അവനെ വിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവന്റെ സ്നേഹം എനിക്ക് വേണം. അവന്റെ കൂടെ എനിക്ക് ജീവിക്കണം. അവന്റെ സ്നേഹവും പരിചരണവും എനിക്ക് വേണം. എനിക്ക് വേദന വേണം. എനിക്ക് വേദന വേണം. നീ മാത്രമായി പോരും നിതാ ദേഹിയെന്നിലോ, നീ മാത്രമായി പുൽകുമോ ദേഹിയെന്നിലോ. പ്രേമമെന്നു മാറ്റിയല്ലോ കാലചക്രം മറങ്ങിടും. ദേഹിയെങ്ങ് പോയി നിന്നോ മനസ്സു പറയും വാസകി. അരികിലായി കൂടെ നിന്നെന്റെ ദേവിയായി വന്നതോ അകലുമേ ദേവരൂപം. നീ പറയുമോ ബഹുദൂരമോ മുകിലു പൊഴിയും നിൻമിഴിയിൽ മനസ്സു നിറഞ്ഞു നിന്നോടലിഞ്ഞു. നീയില്ല ജീവൻ ഇതെന്തോ കണ്ണീരിൽ വീണ പൂവേ. നിറമാറ പൂനിയാണോ? പെണ്ണേ പെണ്ണേ
വേദ എന്റേത് മാത്രമാണ്. എന്റെ അടുത്തുനിന്ന് അവനെ പിരിക്കാൻ നോക്കണ്ട. വേഗം എനിക്ക് അവനെ വിട്ട് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അവൻ എന്റെ മാത്രമാ. അവനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. വിട്ടു തരില്ലെന്നല്ലേ? നിന്റെ അടുത്ത് നിന്ന് അവനെ എങ്ങനെ വേർപിരിക്കണമെന്ന് എനിക്കറിയാം. ഒരു വലിയ ആപത്ത് നിങ്ങളെ കാത്തു നിൽക്കുന്നു. ഇനിയും വൈകരുത് കേട്ടോ. ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇന്ന് അമാവാസി രാത്രിയാണ്. ഈ അമാവാസി കഴിഞ്ഞതിന് ശേഷം അവള് നിങ്ങളുടെ മുമ്പിൽ കരാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അവള് കരാളിയായി കഴിഞ്ഞാ നിങ്ങൾ മരിക്കുന്നത് കാണാതെ അവൾ പോവില്ല. എന്താ പറയുന്ന ഗുരുജി? ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യാത്ത പക്ഷം എന്തിനാ ഞങ്ങളോട് പകരം വീട്ടാ വരുന്നത്? തെറ്റ് ചെയ്തില്ലെന്ന് നിങ്ങളല്ലേ പറയുന്നത്? നിങ്ങൾ കാരണം എല്ലാം സംഭവിച്ചെന്നാ അവള് വിചാരിക്കുന്നത്. വേദിന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വരുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവൾ ആദ്യം നിന്നോട് പ്രതികാരം ചെയ്യുന്നത്. ഇതിന് വേദ എന്തെങ്കിലും തടസ്സം നിന്നാൽ ഇവനെയും കൊല ചെയ്തിട്ട് അവള് കൂടെ തന്നെ കൊണ്ടുപോകും. ഇതൊരിക്കലും സംഭവിക്കില്ല. അവൾ എന്നെ ചതിച്ച, ഞാൻ അവളെ ചതിച്ചതല്ല. ഇതൊന്നും സംസാരിച്ചിരിക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. ഈ അമാവാസി അവസാനിക്കുന്നതിന് മുമ്പ് അവളുടെ ആത്മാവുള്ള ആ പാവ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് മുക്തി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ നോക്കിക്കോളാം. ഇത് ഇന്ന് 12 മണിക്കുള്ളിൽ തന്നെ നടക്കണം. നിങ്ങൾ പുറപ്പെടാൻ നോക്ക്. വേദ്, വേദ്, ഗുരുജി എന്താ പറഞ്ഞത്? ഞാൻ പിന്നെ പറയാം നിന്നോട്. ഇപ്പൊ നമുക്ക് പോയാലോ? ഇപ്പൊ നമ്മളെ പാവ എവിടാന്ന് വെച്ച് അന്വേഷിക്ക. ഇക്കാര്യത്തിൽ നമ്മളെ ദൈവം തന്നെ രക്ഷിക്കണം. ചെയ്യാത്ത കാര്യത്തിനല്ലേ നമ്മൾ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. ഈ സമയത്ത് ചഞ്ചല കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സഹായമായിരുന്നേ. അവനാണെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയിരിക്കല്ലേ. ഇനി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാം. ആ പാവ ഇരുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. അഥവാ നമുക്ക് കിട്ടിയാലോ? ശരി, വാ. വേദ്, നമ്മുടെ മുൻപിൽ ഇനി 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 2 hours. അതിനുള്ളിൽ നമുക്ക് ആ പാവയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മള് ഇപ്പൊ എന്താ ചെയ്യാ? നീ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ അനുഭവിക്കുന്നത്? ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാ. വേദ്, നീ എന്തായി പറയുന്ന? ഇതിനൊക്കെ ഞാൻ എങ്ങനെ കാരണാവുക? നീ കറക്റ്റായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വിട്ടിരുന്നെങ്കിലേ ഊർമിളക്ക് ഈ ഗതി വരുമായിരുന്നില്ലല്ലോ. അവളിപ്പോ ജീവനോടുണ്ടായിരുന്നേ. ഇതിന്റെ എല്ലാം കാരണക്കാരെ നീ ഒറ്റൊരുത്തിയാ. വേദ്, ഭ്രാന്ത് പിടിച്ച പോലെ ഒന്നും പറയരുത്. ഇതിലിപ്പോ എന്റെ തെറ്റെന്താ? കേസ് ഫയലിൽ എന്താണോ ഉള്ളത് അതുപോലെ ഓപ്പറേഷൻ ചെയ്യുന്നതാ എന്റെ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടിയാണെന്നാ? ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ രോഗിയോട് എൻക്വയറി ചെയ്യാന്നുള്ളത് ഒരു മിനിമം മര്യാദയാ. ഊർമിള മരിച്ചതിന് കാരണം നീ ഒറ്റൊരുത്തിയാ. ഇവിടെ നോക്ക്, വീണ്ടും വീണ്ടും ഞാനാ തെറ്റേതെന്ന് പറയരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം നീ തന്നെയല്ലേ? നീ അവളെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? നീ അവളെ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചേ. നിന്റെ തെറ്റിന് എന്റെ മേത്ത് പഴിയാരുവാണല്ലേ? അങ്ങനെ ഒരാളെ ആർക്കാ സ്നേഹിക്കാൻ പറ്റുന്നത്? എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലേ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരൊക്കെയോ ചെയ്ത തെറ്റിന് ഞാനിപ്പോ ബലിയാടായി നിൽക്കുകയാണ്.
ഒരാളെ കൊല്ലാനും മാത്രം ക്രൂരിയൊന്നും അല്ല ഞാൻ. നിന്റെ പ്രണയം കിട്ടാതിരുന്ന കൊണ്ട് അവള് മരിച്ചത്. അവളുടെ മരണത്തിന് നീ ഒരാളെ കാരണം. അതെ, എല്ലാം എന്റെ തെറ്റടി. അവളുടെ സ്നേഹം ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്ത എന്റെ തെറ്റടി. ആ സിറ്റുവേഷനിൽ വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആ തെറ്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അന്ന് അവളുടെ സ്നേഹം മനസ്സിലാക്കുന്നതിൽ ഞാൻ തോറ്റുപോയി. പക്ഷെ ഇന്നും അവളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവൾ എന്റെ കൺമുമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അവളുടെ കാല് പിടിച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ അവളോട് ആവശ്യപ്പെട്ടേനെ. അവളെ വിട്ട് ജീവിക്കാനുള്ളൊരു ശക്തി എനിക്കിനി ആയിട്ടില്ല. എനിക്കെന്റെ പാവക്കുട്ടിയെ വേണം. എനിക്കെന്റെ പാവക്കുട്ടിയെ വേണം. പാവക്കുട്ടി. വേദ്, വേദ്, എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് എന്താ എന്റെ അടുത്ത് നേരത്തെ പറയാതിരുന്നേ? ഇത് നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിക്കുമായിരുന്നു. പാവക്കുട്ടി, നീയാണോ? നീ എവിടെയായിരുന്നു? ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ വിട്ടുപോകാനാവുമായിരുന്നില്ല. എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നില്ല. അതെ പാവക്കുട്ടി, അതൊക്കെ എന്റെ തെറ്റാ. നീ എന്നോട് ക്ഷമിക്കൂ. പ്രണയത്തിന് മാപ്പ് പറച്ചിലല്ല ആവശ്യം, പ്രണയം മാത്രമാണ്. എനിക്കറിയാം വേദ്, എനിക്കറിയാം നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ല. നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. അതെ പാവക്കുട്ടി, നിന്നെ എനിക്ക് വേണം. എനിക്ക് നിന്നോട് ജീവിക്കണമെന്നുണ്ട്. വേദ്, എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് നിന്നെ വേണം. നീ എന്നെ സ്വീകരിക്കൂ. തേടിയാലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവള് നിന്റെ പുറകിലാണുള്ളത്. നിന്റെ പുറകിൽ നിൽക്കുന്നവളെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. സോറി പാവക്കുട്ടി, എനിക്കിതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. എന്തു പറ്റി വേദ്? എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല നിഹ. പാവക്കുട്ടി കാരണം എനിക്കൊരിക്കലും ആപത്തുണ്ടാവില്ല എന്ന് ഗുരുജി പറഞ്ഞിട്ട് പിന്നെങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പൊ ശരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്ത് ആരായിരിക്കും? എന്താ പറയുന്ന വേദ്? നിന്നെ കൊല്ലാൻ ട്രൈ ചെയ്തെന്നോ? ഈ കാര്യം മാത്രം എന്താ നീ എന്നോട് പറയാതിരുന്ന? ഞാനത് ആക്സിഡന്റിലാണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ അതെന്നെ കൊല്ലാനുള്ളൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നിന്നെ എന്തിനു വേണ്ടി ആരെങ്കിലും കൊല്ലുന്നു?
നീ എന്റെ സ്വന്തമാണ്. എനിക്ക് വേണ്ടി ജനിച്ചവൾ. നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവരെ കൊന്നിട്ടാണെങ്കിലും ശരി, നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും. നിന്നെ ഞാൻ I love you, Niha. I love you. ചഞ്ചൽ, നീയോ? അതെ, ഞാൻ തന്നെ. എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഷോക്കായി പോയോ നിനക്ക്? ചഞ്ചൽ, എന്തിനു വേണ്ടി നീ ഇങ്ങനെ ചെയ്യുന്ന? എല്ലാം നിനക്ക് വേണ്ടിയാണ് നിഹ. ചെറിയ പ്രായം തൊട്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ല. ചഞ്ചൽ, നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നോട് തോന്നിയല്ലോ. എനിക്ക് നീ വേണം നിഹ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിഹ. ചഞ്ചൽ, ഭ്രാന്തനെ പോലെ സംസാരിക്കരുത്. ഭ്രാന്ത് പിടിച്ച പോലെ അല്ലടാ, ഭ്രാന്തനാടാ. നിഹയുടെ മേലുള്ള എന്റെ പ്രേമ ഭ്രാന്ത്. നീ അവളുടെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ അവളിപ്പോ എനിക്ക് സ്വന്തമായനെ. പക്ഷെ നീ വന്നു. നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി. നീ എങ്ങനെയോ രക്ഷപ്പെട്ടു. നിന്റെ അടുത്തുനിന്ന് ഇവളെ എങ്ങനെയെങ്കിലും പിരിക്കണം തീരുമാനിച്ചു. അതും നടന്നില്ല. ഇത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുന്നു. ജയിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ആലോചിച്ചതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ പാവ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം. നീ അവൾക്ക് മുക്തി കൊടുക്കുന്നത് വരെ നിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നിന്റെ പിന്നാലെ ഞാൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഗെയിം തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ നീ ആ പാവയ്ക്ക് മുക്തി കൊടുത്തു. ഞാൻ നിനക്ക് മുക്തി തന്നിട്ട് നിഹാരികയെ ഞാൻ എന്റെ ദേവതയാക്കാൻ പോവടാ. ചഞ്ചൽ, നിന്റെ ഈ രീതികളൊന്നും ഒട്ടും ശരിയല്ല. തെറ്റാണെന്ന് എനിക്കും അറിയാം. പക്ഷെ തെറ്റ് ചെയ്താലല്ലേ എനിക്കെന്റെ പ്രേമം കിട്ടൂ. ജീവനില്ലാത്ത ആ പാവ ഇവനെ ഇത്ര സ്നേഹിക്കുമ്പോ ജീവനോടെയുള്ള ഈ ഞാൻ വെറുതെ വിടുവോ? ചഞ്ചൽ, നീ എന്തൊക്കെ ചെയ്താലും ശരി, എന്നെ നീഹാരിക്ക് നിനക്ക് പിരിക്കാൻ പറ്റില്ല. അത് പാവയുള്ള കാലം വരെ മാത്രമാടാ. ഇപ്പൊ പാവയുമില്ല, നിഹാരികയും സ്വന്തമല്ല. വേണ്ട വേദ്, വേണ്ട, വിട്ടേക്ക്. നിഹാരിക എനിക്ക് വേണം. വിട്ടേക്കടാ. നിഹാരിക എന്റേതാണ്. വേണ്ട.
പാവക്കുട്ടി, ഞാൻ വേണമെന്ന് ചെയ്തതല്ല. ദയവ് ഇത് ഉപദ്രവിക്കരുത്. എന്തിനാ വേദ് നോണ പറയുന്നേ? എന്തിനാ നോണ പറയുന്നേ? എന്നോട് സ്നേഹമുണ്ടെന്ന് നോണ പറഞ്ഞിട്ട് എന്നെ ആ മാന്ത്രിക ചരടിൽ ബന്ധിച്ചത് എന്തിനാ? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? നിന്നെ ഞാൻ സ്നേഹിച്ചത് തെറ്റാണോ? എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് സ്നേഹിക്കാൻ പാടില്ലേ? എല്ലാം തികഞ്ഞിരിക്കുന്നവരുടെ സ്നേഹം സത്യമായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ദൈവത്തോർത്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത് ദയവീത്, പ്ലീസ്. ഇല്ല വേദ്, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ എന്റെ അടുത്ത് നിന്ന് നിന്നെ പിരിച്ചെടുത്തില്ലേ, ഇവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഊർമിളെ. നീ വലിയ തെറ്റാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുന്നത് തെറ്റാണോ? അതെ, തെറ്റ് തന്നെയാ. ഈ സാഹചര്യത്തിൽ അത് തെറ്റ് തന്നെയാണ്. നീ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് ഒരു അർത്ഥമുണ്ട്. എന്നാൽ നീ ഇപ്പൊ ജീവനോടെ ഇല്ല. ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരെങ്കിലും നീ ജീവിക്കാൻ അനുവദിക്കേ. അതെ പാവക്കുട്ടി, നീഹ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല. എന്നെ നിനക്കിന് ഒരിക്കലും കിട്ടില്ല. അവൻ പറയുന്നത് കേട്ടോ, നിന്നെ കൊണ്ട് അവരുടെ ജീവനും പോണമെന്നാണോ? നീ അനുഭവിച്ചതുപോലുള്ള കഷ്ടതകൾ ഇവരും അനുഭവിക്കണമെന്നാണോ? നീ സ്നേഹിച്ച ഒരു പയ്യൻ നിന്റെ മുന്നിൽ പിടച്ച് പിടച്ച് മരിക്കണമെന്ന് നിനക്ക് കാണണമെന്നാണോ? അത് നിനക്ക് സന്തോഷം തരുമോ? ഇല്ല, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. എന്റെ വേദ് സന്തോഷായിട്ടിരിക്കണം. നിന്റെ വേദ് സന്തോഷമായിരിക്കണമെങ്കിൽ നീ അവനെ വിട്ടിട്ട് മാറിപ്പോണം. അവരുടെ സ്നേഹത്തിന് നീ തുണയായി നിൽക്കണം. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ തകർക്കാൻ പാടില്ല. ഇന്ന് വരെയും ആത്മാക്കൾ എന്ന് പറഞ്ഞ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ നീ അങ്ങനെയല്ല. നിന്റെ പ്രേമം വിശുദ്ധമായിട്ടാണ് നീ കാണുന്നത്. നീ ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ സ്നേഹം സത്യമാണ്. പക്ഷെ ഇവൻ ജീവനോടെ ഉണ്ടായിട്ടും കൂടെ നിന്ന് നിന്നെ വഞ്ചിച്ചു. നീ വേദന വിട്ട് മാറി നിന്നിട്ട് നല്ലവളായി തന്നെ ജീവിക്കും. എന്നുവച്ചാ വേദന എനിക്ക് കിട്ടില്ലെന്നാണല്ലേ? അവന്റെ സ്നേഹം എനിക്ക് കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. പക്ഷെ ഇപ്പോഴല്ല. അടുത്ത ജന്മത്തിൽ ഒരു പെണ്ണായി പിറന്നിട്ട് നീ തീർച്ചയായും അവന്റെ കാമുകിയാവും. സത്യമുള്ള സ്നേഹമാണെങ്കിൽ ആ ദൈവം തന്നെ നിനക്ക് തിരിച്ചു തരും. നിന്റെ സ്നേഹം നിനക്ക് കിട്ടാണ്ടിരിക്കോ? പക്ഷെ ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ നീ കരാളിയായിരിക്കാൻ പാടില്ല. വേദ്, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു പെണ്ണായി ജനിച്ചിട്ട് നിന്നോടുള്ള സ്നേഹം സത്യമാക്കും. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോവില്ല. പോവില്ല, പോവില്ല വേദ്, പോവില്ല, 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 പോവില്ല. ഊർമിള, നിന്റെ ഈ തീരുമാനം എല്ലാവർക്കും മാതൃകയായിരിക്കും. ഭീഷണിപ്പെടുത്തി ആർക്കും ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള സത്യം. വേദ്, ഇതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതുജന്മം കിട്ടിയിരിക്കുക. ഭാവേ, നീ ഞങ്ങളോട് ക്ഷമിക്കണം.
വലിയൊരു ഉപകാരമാണ് ഗുരുജി ചെയ്തു തന്നത്. ഇല്ല വേദ്, സഹായം ചെയ്തത് ഞാനല്ല, നിന്റെ പാവയാണ്. ഇങ്ങോട്ട് നോക്കിയേ, അവൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉള്ളത്. ഇതിനപ്പുറത്തേക്കും അവളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ലല്ലോ ഗുരുജി. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. സത്യമുള്ള സ്നേഹം എല്ലാ തടസ്സങ്ങളും നീക്കി വരും. അവള് മരിക്കുമ്പോ പിടച്ച് അവള് മരിച്ചത്. അവളുടെ ജീവൻ ഇപ്പൊ കാറ്റിൽ അലിഞ്ഞിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ അവളെ മറക്കും, പക്ഷെ അവള് നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നോക്ക്, ഇന്ന് തൊട്ട് നന്നായി ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കും. ഞാൻ വരട്ടെ.